ഒരു കുട്ടിയിൽ നല്ല ചിന്തകൾ ഉണ്ടാകും. നല്ലതോ ചിന്തയോ ഉണ്ടാകും. നല്ലതാണ്. നോക്കൂ, ഒരു കുടുംബമാണ് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മളെ കുടുംബത്തിന്റെ സംഘത്തിലേക്ക് വരുമ്പോഴാണ് ഈ കൂട്ടായ്മയ്ക്ക് വലിയ പ്രസക്തി വരിക. ഇപ്പൊ ഞാനിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പരിചയമുള്ള ധാരാളം പേരുണ്ട്, കുറച്ചു പേരെ അറിയാത്തവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ട ഒരു പ്രത്യേകത, എന്നേക്കാൾ പ്രായം കൂടുതലുള്ള ധാരാളം പേര്, എന്റെ അച്ഛന്റെ പ്രായമുള്ളവർ വരെ ഈ കൂട്ടായ്മയിലുണ്ട്. പക്ഷെ പലരും ഒന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു. ഞാൻ വന്ന എഴുന്നേക്കണം ഈ കാര്യത്തിൽ കൊല്ലുണ്ടോ? ഉണ്ടോ? പ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 10-28 വയസ്സുണ്ട്. നിങ്ങൾക്കതാണോ പ്രായം? ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അസുഖം. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കി, നിങ്ങൾ എഴുന്നേൽക്കണമെന്ന് ഈ രാജ്യത്ത് നിയമമില്ല. ഒരു പോലീസ് ഓഫീസർ വന്നാൽ ജനം എഴുന്നേൽക്കണമെന്ന് ഈ രാജ്യത്ത് ഒരു നിയമമില്ല. പക്ഷെ നിങ്ങളത് ചെയ്തു. ഒരതിഥി ഒരു സമൂഹത്തിലേക്ക് വരുമ്പോ, ഒരു കുടുംബത്തിലേക്ക് പ്രായത്തിൽ പോകുന്നതോ അതിഥിയായിട്ട് ഒരാൾ വരുമ്പോ, അവിടെ മുമ്പത്തിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് കൊടുക്കണമെന്ന വിദ്യാഭ്യാസം നിങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്ന് പഠിച്ചതല്ല, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നിന്ന് പഠിച്ചതല്ല, പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല, പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല. ആ വിദ്യാഭ്യാസം, ആ ചിന്ത നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഒരുപക്ഷെ നിങ്ങളുടെ വല്യപ്പൻ വീട്ടിലേക്ക് കയറി വരുമ്പോ, നിങ്ങളെയും കൊണ്ട് നിങ്ങളുടെ ഉമ്മറത്തിരിക്കുമ്പോ, നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോ, പ്രായത്തിൽ മൂത്തവർ വരുമ്പോ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഉമ്മ പല പ്രാവശ്യം എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് ഒരു കൊച്ചു കുഞ്ഞെന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാക്കിയ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയുടെ ഭാഗമാണ് 60 വയസ്സായപ്പോഴും എഴുന്നേൽക്കാനുള്ള നിങ്ങളുടെ താല്പര്യം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിൽ ഈ നന്മയുടെ ചിന്തയുണ്ടായത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വാപ്പ പെരുമാറിയ രീതി വെച്ചുകൊണ്ടാണ് നിങ്ങൾ പൊതുസമൂഹത്തോട് സംവദിക്കുന്നത്. ഏറനാട്ടിലും വെള്ളുവനാട്ടിലും, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ നിന്ന് മലപ്പുറം ജില്ലയ്ക്ക് അല്ലെങ്കിൽ ഏറനാട്ടിലെ ഒരു തനിമ പ്രത്യേകത പലപ്പോഴും മലബാറിൽ നമ്മൾ കാണാറുണ്ട്. ആദ്യത്തെ മര്യാദ, മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ള, മറ്റുള്ളവരെ സൽക്കരിക്കാനുള്ള. എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടിയത്? നമ്മൾ വയറ് മുറുക്കി ഉടുക്കുമ്പോഴും അതിഥിക്ക് മാന്യമായ ഭക്ഷണം കൊടുത്ത് അവരെ നല്ല വാക്കും പറഞ്ഞ് അവരെ പറഞ്ഞുവിടാനുള്ള ഒരു ചിന്ത ഉണ്ടായത് പുസ്തകങ്ങളിൽ നിന്നല്ല, നിയമങ്ങളിൽ നിന്നല്ല, നമ്മൾ ജനിച്ചു വളർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന്. നോക്കൂ, അപ്പൊ ഒരു നല്ല ചിന്ത നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിലേക്ക് കൊടുത്തത് നിങ്ങളുടെ പ്രവൃത്തിയുടെ പരിണിതഫലമാണ്. ഇതേ പ്രശ്നം നിങ്ങളൊരു ചീത്ത പ്രവൃത്തി ചെയ്യുമ്പോഴും കുട്ടിയെ സ്വാധീനിക്കും. നിങ്ങൾ മക്കളുടെ മുന്നിൽ വെച്ച് പുകവലിക്കുന്ന ഒരു അച്ഛനാണെങ്കിൽ 4 വയസ്സ് മുതൽ നിങ്ങളുടെ പുകവലിശീലം നിരന്തരം കാണുന്ന കുട്ടി, ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ ആ ഊതിവിടുന്ന പുകയും ആ പുക ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനും അതിൽ ആനന്ദം കണ്ടെടുക്കുന്ന അച്ഛനെയുമാണ് അവന്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്. ആ കുട്ടിയിൽ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കണമെന്ന മോഹം ഒരു ചിന്ത ഉണ്ടാക്കിയത് സമൂഹമല്ല, നമ്മളാണ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ഒരു രക്ഷിതാവും ഒരു കുഞ്ഞിന് മാതൃകയാക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും വാഹന പരിശോധനയുടെ സമയത്തൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മുടെ ഫ്രണ്ട് ടാങ്കിൽ ഇരുത്തിക്കൊണ്ട് പോകുന്ന രക്ഷിതാക്കളുണ്ട്. ഹെൽമെറ്റ് ഹാൻഡിൽ കൊളത്തിയിട്ട് പോകുന്ന രക്ഷിതാക്കളുണ്ട്. ഒരു വണ്ടിയെ ഈ കുട്ടിയെ വെച്ചുകൊണ്ട് പല പ്രാവശ്യം ഓവർടേക്ക് ചെയ്ത രക്ഷിതാവുണ്ട്. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങളറിയാതെ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം മറ്റൊന്നുമല്ല, കൊച്ചു കുഞ്ഞിനെ മുന്നിലിരുത്താം. 2 ഹാൻഡിലിൽ എന്ത് കൊളത്തിയിടാം? ഹെൽമെറ്റ് കൊളത്തിയിടാം. 3 ഏത് വണ്ടിയെയും ഓവർടേക്ക് ചെയ്യാം എന്ന ഒരു ചിന്ത ഒരു കുഞ്ഞിലേക്ക് നിങ്ങൾ കൊടുക്കുന്നതിന്റെ പരിണിതഫലമാണ് 22ാമത്തെ വയസ്സിൽ അവന്റെ ഓവർ സ്പീഡ്. യാതൊരു സംശയം വേണ്ട. ഈ മാറ്റം വരേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. ആ കുടുംബങ്ങളിൽ നിന്ന് മാറ്റം വരേണ്ടത് എവിടെ, ആരാണ് ആ മാറ്റം ഉണ്ടാക്കേണ്ടത്? രക്ഷിതാക്കളായ നമ്മൾ തന്നെയാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ. ഞാൻ ചോദിച്ചത് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്താണെന്നുള്ളതിന്റെ ഒറ്റ മറുപടിയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾക്ക് ബീജാവാപം നടത്താൻ, നിങ്ങളുടെ കുട്ടികളുടെ മസ്തിഷ്കങ്ങളിൽ നല്ല ശുദ്ധമായ ചിന്തകൾ രൂപം കൊടുക്കുവാൻ അതിന് രക്ഷിതാക്കൾക്ക് കഴിയൂ. ആ നല്ല ചിന്ത നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ആ കുടുംബ കൂട്ടായ്മകളിൽ സംഭാഷണങ്ങളാകട്ടെ, ആ സംസ്കാരങ്ങളാകട്ടെ. അത്തരത്തിലുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ അതിന്റെ ദോഷവശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മദ്യപിക്കുകയും കഞ്ചാവ് വയ്ക്കുകയും ചെയ്യുന്ന ഒരു അച്ഛന് ഒരിക്കലും നല്ല ഒരു ഉപദേശകനാവാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ ആരും അങ്ങനെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ, ഈ രാത്രി തന്നെ വലിച്ചെറിയുക അത്. എന്നിട്ട് വേണം ഇതുപോലെ ഒരു കൂട്ടായ്മയോട് നിങ്ങൾ സഹകരിക്കാൻ. കാരണം നിങ്ങൾ റോൾ മോഡലായാൽ മാത്രമേ നിങ്ങളുടെ
സമ്പത്ത് എത്രയാണ്? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ഒരു വെബ്സൈറ്റ് ഞാൻ പരിശോധിച്ചു. ഒരു കുട്ടിയെ ഒരു ഡിഗ്രിക്കാരനാക്കി മാറ്റണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് മുടക്കുന്നത് 13 ലക്ഷം രൂപ. നിങ്ങൾ എത്ര മുടങ്ങിയത് പറഞ്ഞിട്ട് കാര്യം കേട്ടോ. ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസം, അതിനുള്ള അധ്യാപകരുടെ ശമ്പളം, അവന് സഞ്ചരിക്കാനുള്ള റോഡ്, ഇതെല്ലാം കുട്ടികൾ 12 ലക്ഷം രൂപ സ്റ്റേജിൽ മുടക്കാവുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞ് ലഹരിക്ക് അനുഭവപ്പെടുന്ന പ്രായം എപ്പോഴാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. നല്ല ഡിഗ്രിയും PGയും ഒക്കെ നേടി കൗമാര പ്രായത്തിൽ നല്ല തലച്ചോറിനുടമയായി രാജ്യം കോടിക്കണക്കിന് രൂപ ഈ കുട്ടികളുടെ തലച്ചോറിലേക്ക് മുടക്കുകയാണ്. നാളെ ഈ രാജ്യത്തിൽ നിന്ന് തിരിച്ചു കെട്ടണം. അധ്യാപകരായി, ഡോക്ടറായി, എഞ്ചിനീയറായി, വക്കീലായി, പല രൂപത്തിൽ ഭാവത്തിൽ രാജ്യത്തിന് തിരിച്ച് നമ്മുടെ മക്കളിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഹരിയുടെ മായാവലയത്തിൽ നമ്മുടെ കുട്ടികളുടെ തലച്ചോറുകൾ ചിതറിപ്പോകുമ്പോ കേവലം ഒരു കുടുംബത്തിന്റെ പ്രശ്നമല്ല, അത് ഒരു കുടുംബത്തിന്റെ അസ്വസ്ഥതയുടെ പ്രശ്നമല്ല, ഒരു സമൂഹത്തിന്റെ, ഒരു രാജ്യത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഇവിടെ ഒരു കഞ്ചാവടിച്ച് തിരിഞ്ഞു കിടക്കുന്ന ഒരുത്തിന് ഈ റോഡിലൂടെ നടന്നാൽ നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ പെട്ടെന്നുള്ള റോഡിലൂടെ ധൈര്യമായി വിടാൻ പറ്റും? അത് അവന്റെ മാത്രം പ്രശ്നമല്ല, അത് നമ്മുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇടപെടുന്ന സംഘം. ഈ കൂട്ടായ്മയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, ഒരുമിച്ച് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി കൂടുമ്പോ, ഇവിടെ ഇത്രയും ആളുകൾ ഇപ്പൊ സംസാരിച്ചു, ഇവിടെ ഇരിക്കുന്ന 10-13 വയസ്സുള്ള മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ ഗർഭിണികളായിട്ടുള്ള അമ്മമാരി വേദിയിലുണ്ടാകാം. ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഒരു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം, അതായത് അണ്ടബീജ സങ്കലനം നടന്ന് ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ബീജം രൂപം കൊള്ളുന്ന കാലഘട്ടം മുതൽ അമ്മയുടെ സംസാരം, സംഭാഷണം, അമ്മയുടെ ഇന്ററാക്ഷൻ, ഇതെല്ലാം അച്ഛന്റെ സംഭാഷണം, ഇതെല്ലാം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ട് വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ഇതുപോലെയുള്ള ഒരു പെൺകുട്ടി ഈ പ്രസംഗം കേൾക്കുന്നു. നമ്മൾ കാണാത്തൊരു വൈദ്യുതിയുണ്ട്. ഇതുപോലെ ഒരു സഭയിൽ ഒരു പെൺകുട്ടി ലഹരിക്കെതിരെയുള്ള ഗർഭിണിയായ ഒരു പെൺകുട്ടി ഒരു പ്രസംഗം കേൾക്കുന്നു, മറ്റൊരാളുടെ ചർച്ചകൾ കേൾക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കർണപടങ്ങളിലൂടെ അവളുടെ ഉദരത്തിൽ ബീജം രൂപം കൊള്ളുന്ന ഒരു കുഞ്ഞിന്റെ ഇളം മസ്തിഷ്കത്തിലേക്ക് നാളെ ലഹരിക്കെതിരെയുള്ള ഒരു ചിന്ത ഉണ്ടാക്കാൻ പോലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉപകരിക്കുമെന്ന് പറയുമ്പോഴാണ് ഈ കൂട്ടായ്മയുടെ പ്രസക്തി. നേരെ കുറച്ച് അവർക്ക് വേറെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. ആ സീരിയലിൽ മദ്യത്തെ കൊടുത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഒരു ഗർഭിണിയായ സ്ത്രീക്ക് കാണാം. അതും ആ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ചിന്തകളെ സ്വാധീനിക്കുന്നു എന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എന്റെ പെൺകുഞ്ഞുങ്ങളുണ്ട്, എന്റെ സഹോദരിമാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അങ്ങനെയുള്ള ഒരു പെൺകുഞ്ഞാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമാകട്ടെ. നല്ലത് കേൾക്കാനും നല്ലത് കാണാനും നല്ലത് സംസാരിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ സംസാരിക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട. അതിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത് നിങ്ങൾ ജന്മം നൽകുന്ന ഒരു കുഞ്ഞിൽ ആ പോസിറ്റീവ് തോട്ട് നിങ്ങൾ അറിയാതെ രൂപപ്പെട്ടു വരും. അവിടെയാണ് ഈ നമ്മൾ ഇടപെടുന്ന സമൂഹം. 3, നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാർ. ഇവിടെ അദ്ദേഹം സംസാരിച്ചപ്പോ പറഞ്ഞു, എവിടെ നിന്നോ വന്ന ലഹരി ഒരു സുപ്രഭാതത്തിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോ അതൊന്ന് തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന്റെ കുറിച്ച്, രാത്രി വീട്ടിൽ വരുമ്പോ എന്റെ കുട്ടി ആരോടാണ് സംസാരിക്കുന്നത്, എന്റെ കുട്ടി സംസാരിക്കുന്ന വ്യക്തിയുടെ രൂപം എന്താണ്, ഭാവം എന്താണ്, അവന്റെ തൊഴിൽ എന്താണ്, അവൻ ആരാണ്, അവൻ എന്തെല്ലാം സാധനങ്ങളാണ് ഒരു സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു കുട്ടിയുടെ കൂട്ടുകാർ സമൂഹത്തെ, ഒരു കുട്ടിയുടെ ചിന്തയെ സ്വാധീനിക്കും. 4ാമതാണ് നമ്മളുടെ കുട്ടി വായിക്കുന്ന പുസ്തകങ്ങൾ, അവൻ കാണുന്ന കാഴ്ചകൾ, അവൻ കേൾക്കുന്ന കേൾവികളെല്ലാം ഒരു കുട്ടിയുടെ ചിന്തയെ സ്വാധീനിക്കും. ഇപ്പോൾ നിങ്ങൾ എന്നെ ശ്രമിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ പറയുന്നത് ഒരു പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിന്റെ തലച്ചോറിലേക്ക് ഒരു നല്ല ചിന്തകൾ രൂപപ്പെട്ടു വരുന്നത്. അത് ഞാൻ വേണമെന്നില്ല. എല്ലാ ദിവസവും കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന ഒരു ഇസ്ലാം കുടുംബത്തിൽ, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി വേദപാഠം കേൾക്കുന്ന ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, കൃത്യമായി അമ്പലത്തിൽ പോയി കൃത്യമായി പൂജകൾ ചെയ്യുന്ന ഒരു ഹൈന്ദവ ഭവനത്തിൽ, ഭഗവത്ഗീതയുടെ, വേദങ്ങളുടെ, ഇതിഹാസങ്ങളുടെ, പുരാണങ്ങളുടെ, ഉപനിഷത്തുകളുടെ, ഖുറാനിന്റെ, ബൈബിളിന്റെ എല്ലാം നല്ല നല്ല സംവേദനങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ ചിന്തകളെ സ്വാധീനിക്കും. എനിക്കിങ്ങനെ കുഴപ്പമില്ല, തുടങ്ങി ചിലരൊക്കെ ഇങ്ങനെ ഈ മാസ്ക് വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുഖഭാവം കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ മുഖഭാവത്തിന് വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത്
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടിയെ നല്ല കുട്ടിയായി വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 4 ഘടകങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് അനുകൂലം പറയുക. ഒന്ന്, നിങ്ങളുടെ കുടുംബത്തിലെ സംഭാഷണങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലെ ചിന്തകൾ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രവർത്തനങ്ങൾ നല്ലതാകട്ടെ. നിങ്ങളുടെ കുട്ടികളിൽ നല്ല ചിന്തകൾ ഉണ്ടാവും. 2, നിങ്ങളുടെ കുട്ടി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നന്മ മാത്രം തരുന്ന ഒരു പൊതുസമൂഹവുമായി സംവദിക്കാൻ കഴിയട്ടെ. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് അത് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കുട്ടിയുടെ കൂട്ടുകാരാരെങ്കിലും ശ്രദ്ധിക്കുക. ആ കൂട്ടുകാർ നല്ലതാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് നല്ല ചിന്തകൾ ഉണ്ടാവും. 3, നിങ്ങളുടെ കുട്ടി വായിക്കുന്ന പുസ്തകങ്ങൾ, കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കേൾവികൾ, ഇതൊക്കെ നല്ലതാകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരല്പ സൈക്കോളജി കൂടി ഞാനൊന്ന് പറയാം. ഈ മനസ്സുണ്ടോ? എന്താ മനസ്സില്ല, സംഭവം ശരി. അതാണ്, എനിക്ക് മനസ്സില്ല. മനസ്സുണ്ടോ? നമ്മുടെ ഡോക്ടർ മനസ്സുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സ് എവിടെയാണ്? ഒരാളുകൂടെ ചിലർ ഭയപ്പെടും. കാരണം 3 നേരത്തെ ഭക്ഷണമാണ് അവരുടെ മനസ്സിനെ കുറിച്ച് മനഃശാസ്ത്രം പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ ഓഫ് യുവർ ബ്രെയിൻ ആക്ടിവിറ്റി. നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ആകെ പ്രവൃത്തികളുടെ മധ്യത ഫലമാണ് നിങ്ങളുടെ മനസ്സിന് വേണമെങ്കിൽ പറയാം. തലച്ചോറാണ് മനസ്സെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലമില്ല. പക്ഷെ 2 തരം മനസ്സുണ്ട്. അതെന്താ? കുശുമ്പുള്ള മനസ്സും കുശുമ്പില്ലാത്ത മനസ്സ്. ആണോ? ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. അത് കേട്ടിട്ടുണ്ടാവില്ല. ഈ ബോധ മനസ്സ്, ഉപബോധ മനസ്സുണ്ട്. നമ്മളുടെ ഈ ബോധ മനസ്സ് എന്ന് പറയുന്നത്, ഞാനിപ്പോ സംസാരിക്കുന്നത്, ഞാൻ എന്താണ് സംസാരിക്കുന്നത് എനിക്ക് ബോധ്യമുണ്ട്. ശരിയല്ലേ? ഞാൻ ഇന്നതാണ് സംസാരിക്കുന്നത്, എന്റെ കൈയുടെ ചലനം ഇന്നതാണ്, ഞാൻ നോക്കുന്നത് ഇന്ന ആളെയാണ്. ഇതൊക്കെ എന്റെ ബോധ മനസ്സിന്റെ പ്രവർത്തനം. ഞാനിവിടെ എന്റെ കാരണം ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ചായ കുടിക്കാൻ അങ്ങോട്ട് കയറി. എന്റെ ബോധ മനസ്സാണ് എന്നെ അങ്ങോട്ട് നയിക്കുന്നത്. പക്ഷെ രാത്രി എനിക്ക് ഇഷ്ടമുള്ള സ്വപ്നം കാണാൻ പറ്റും. ഇന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സ്വപ്നം കാണുന്ന രീതി കിടക്കുന്ന അന്നായിരിക്കും ഒരു ഭൂതത്തെ സ്വപ്നം കാണുന്നത്. അത് ഏത് മനസ്സാണ്? എപ്പോഴെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വപ്നം കാണാൻ പറ്റുമോ? അത് ഉപബോധ മനസ്സാണ്. ആ മനസ്സിൽ നമുക്ക് നേരിട്ട് നേരിടുന്നില്ല. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, നിങ്ങളുടെ ബോധ മനസ്സ് 20% 80% ഉപബോധ മനസ്സാണ്. ഈ ഉപബോധ മനസ്സിലേക്ക് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ ചിന്തകളായി മാറുന്നത്. ശ്രദ്ധിക്കണം, കുറച്ച് മനഃശാസ്ത്ര കേൾക്കുന്നത് നല്ലതാണ്. അതായത് നിങ്ങളുടെ ബോധ മനസ്സല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ആശയങ്ങൾ എന്താണോ അത് വായനാ രൂപത്തിലാവാം, അത് കഥയുടെ രൂപത്തിലാവാം, എഴുത്തിന്റെ രൂപത്തിലാവാം. നിങ്ങൾ കൊടുക്കുന്ന ഉപബോധ മനസ്സിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നാളെ നിങ്ങളുടെ ചിന്ത. ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പ്രവർത്തിക്കുന്ന സമയം എപ്പോഴാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങുന്നതിന് 40 മിനിറ്റ് മുമ്പും നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ 40 മിനിറ്റിനുള്ളിലുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല മിടുക്കന്മാരായിട്ട് ഉണ്ണിമാഷുണ്ട്, നല്ല മിടുക്കന്മാരായിട്ട് അധ്യാപകർ പറയും, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി നോക്കണം. ശരിയല്ലേ? കിടക്കുന്നതിന് മുമ്പ് നോക്കണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ ഉറക്കത്തിലേക്ക് നമുക്ക് മയങ്ങി പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബോധ മനസ്സല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഉപബോധ മനസ്സാണ്. അതുകൊണ്ടാണ് അധ്യാപകരുടെ മോഡേൺ സൈക്കോളജിയിൽ അധ്യാപകർ കുട്ടികളോട് പറയും, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ നാടകമൊക്കെ ഉണ്ടെന്ന് നോക്കണം. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആ 40 മിനിറ്റുള്ള സമയം, ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ്, ഉറക്ക ചടവോടുകൂടി എഴുന്നേറ്റ്, അന്ന് പരിപൂർണമായിട്ട് തന്നെ എഴുന്നേറ്റില്ല, എന്നാൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കും. ഇനി ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള, ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള, ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരോടൊപ്പം നിങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ടാണ് പരിശുദ്ധ ക്രൈസ്തവ ഭവനങ്ങളിൽ പുലർച്ചെ ബൈബിളിന്റെ പാരായണം, ഇസ്ലാം ഭവനങ്ങളിൽ കൃത്യമായിട്ടുള്ള നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണം, ഹൈന്ദവ ഭവനങ്ങളിൽ ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ പാരായണത്തിന് രാവിലെ നമ്മുടെ പിതാക്കന്മാർ സമയം കണ്ടെത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഉപബോധ മനസ്സ് ഏറ്റവും പ്രവർത്തിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിന്റെ, ഗീതയുടെ, രാമായണത്തിന്റെ നല്ല ചിന്തകൾ നിങ്ങളുടെ കുട്ടി പല പ്രാവശ്യം ഉൾപ്പെടുമ്പോൾ അത് നിങ്ങളുടെ കുട്ടിയുടെ ഉപബോധ മനസ്സിലേക്ക് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ചിന്തയാണ് അന്നത്തെ നിങ്ങളുടെ കുട്ടിയുടെ പ്രവൃത്തി.
അങ്ങനെ ചിന്തിച്ച് നന്മയുടെ വഴിക്ക് തിരിഞ്ഞ ഒരു കുട്ടിക്ക് റോഡിൽ കാണുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ തോന്നില്ല, റോഡിൽ നിന്ന് കഞ്ചാവ് വലിക്കാൻ തോന്നില്ല. കാരണം പുലർച്ചെ അവരുടെ ഉപബോധ മനസ്സുണ്ടാക്കിയെടുത്തിട്ടുള്ള ചിന്ത നന്മയുടെ ചിന്തകളാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, പ്രാർത്ഥന നല്ലതോ ചെയ്യും. അല്ലെ, ഞാൻ വേറെ അധികം പറയില്ലേ, ഈ ചെങ്ങനെ പോലീസാണ് എന്നാ കണ്ട പോലീസിന് കിട്ടൂല. ഇയാളെ പോലീസായിട്ട് നടന്നിട്ട് ഇയാൾക്ക് മനഃശാസ്ത്രമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്റെ 28 വർഷക്കാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കുള്ള എന്റെ അനുഭവവും എന്റെ പഠന സമ്പത്തും എന്നെ പഠിപ്പിച്ചതിനെ വെച്ച് ഞാൻ പറഞ്ഞത്. അപ്പോ പ്രാർത്ഥനകൾക്ക്, ആത്മീയ അച്ചടക്കമുള്ള കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾക്കുണ്ടാവുന്ന ഒരു വലിയ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ നമ്മൾ അന്ധവിശ്വാസമെന്നോ അനാചാരമെന്നോ നമ്മൾ പറഞ്ഞ് പലതും തള്ളിക്കളയുമ്പോ പഴമകളിലെ നന്മ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ തലമുറകളുടെ നാശമായിരിക്കും ഫലം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ 4 ഘടകങ്ങളും ഒരുമിച്ചുണ്ടാകാൻ നമുക്ക് കഴിയുമാറുണ്ട്. ഞാൻ 10 രൂപ എടുക്കാമല്ലേ. അപ്പൊ ഇനി ഞാനൊരു പണി ചെയ്താലോ, ഞാൻ താഴത്തേക്ക് കിടക്കാം. കുഴപ്പമില്ല. അല്ല, ലഹരിയെ കുറിച്ച് പറയണ്ടേ. ഇപ്പൊ ലഹരി എന്ന് പറയുന്ന ആ മായാജാലത്തെ കുറിച്ച്, അതിലേക്കുള്ള ഒരു മൈൻഡ് സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അത് ഞാനൊരു 10 മിനിറ്റ് അവസാനിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മ, ഞാൻ ഉണ്ണിമാഷോട് പറയുകയായിരുന്നു, നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ, നമ്മൾ കേരളത്തിലെ കൂടിയാ പോരാ, 200-250 പേര് വെച്ചുള്ള ഒരു 4-5 വാട്സപ്പ് ഗ്രൂപ്പുകൾ, ലഹരി വിരുദ്ധ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് 4-5 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ണിമാഷോട് നമ്പർ കൊടുത്തത് വിമുക്തി മിഷൻ കോർഡിനേറ്ററുടെ ജില്ലാ കോർഡിനേറ്റർ മിസ്റ്റർ ഹരികുമാർ, എക്സൈസ് ഓഫീസറാണ്, അദ്ദേഹത്തിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ആ ഹരികുമാറിനെ നമ്മൾ മെമ്പറാക്കി ചേർക്കണം. കൺസേൺ പോലീസ് ഓഫീസേഴ്സിനെ എല്ലാവരും ചേർക്കണം. ഈ കൂട്ടായ്മകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ കേരളത്തിൽ 40,000 പോലീസ് വിചാരിച്ചാൽ ഇവിടുത്തെ ലഹരി തടയാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ഒരു ജനകീയ കൂട്ടായ്മ രൂപപ്പെട്ടു വരുമ്പോ ഇതിന്റെ കച്ചവടക്കാരൻ കിട്ടും. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മനോരമ ന്യൂസിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ് വന്നത്. പെരുമ്പാവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ 3 ലോഡ് ലഹരി പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ്, പോലീസ്, നഗരസഭ, അവിടുത്തെ എല്ലാ മതമേലധ്യക്ഷന്മാരുടെയും നേതൃത്വത്തിൽ ഒരുമിച്ച് നടന്ന റെയ്ഡിൽ നിങ്ങൾ വൈകുന്നേരം വാർത്ത കേൾക്കുന്നത് കേൾക്കണം. ഞാൻ ആലോചിച്ച് നോക്കണം, എത്ര 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 ഭംഗിയായിട്ട് അത് ചെയ്തു. ആ ഗ്രാമം മൊത്തം ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ രാജ്യത്തെ നിയമപാലകരോടൊപ്പം ചേർന്ന് കഴിഞ്ഞപ്പോ കാണാത്ത ഇടങ്ങൾ അവർ കണ്ടെത്തി, കിട്ടാത്ത സ്ഥലങ്ങൾ അവർ നേടിയെടുത്തു. കടകൾ കുത്തി തുറന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത് ലോറിയിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ചിത്രം നമുക്ക് കാണാനുണ്ട്. അപ്പോ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ വളർന്നു വരുമ്പോ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രൂപ്പുകളിലൊക്കെ ഇതിന്റെ ചർച്ച നടക്കുമ്പോ ഇതിന്റെ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു കാര്യം മാത്രം ചെയ്താൽ പോരാ, ബോധവൽക്കരണം മാത്രം പോരാ. നമ്മളുടെ കുട്ടികളിൽ ഉപയോഗിക്കാതിരിക്കാനുള്ള ബോധവൽക്കരണം ഒരു വശത്ത് നമ്മൾ നടത്തുമ്പോൾ തന്നെ ഇതിന്റെ വരവിന്റെ ഉറവിടം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ ജനങ്ങളുടെ സഹകരണം നമുക്ക് ആവശ്യമാണ്. അതിന്റെ വരവ് തടയാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് തടയാനുള്ള ഒരു കൂട്ടായ്മയായി കൂട്ടായ്മ വളരണം. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ, അനാവശ്യമായിട്ടുള്ള വാർത്തകളുടെ മൂവ്മെന്റ് കൊണ്ടുവരും. രാത്രി അമിതമായ സമയങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാവും. എല്ലാവരും പറഞ്ഞാലും മുക്കത്തിനടുത്ത് വലിയ പറമ്പ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം എന്നെ മനസ്സിലേക്ക് വരികയാണ്. 2017 ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ സാധ്യത വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ പ്രതീക്ഷ എടുത്തത്. എന്റെ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്, പ്രൊജക്ടും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വയ്ക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഓഡിയൻസിനെ കണ്ടപ്പോൾ ഞാൻ തന്നെ അന്തപ്പെട്ടു. 4 പേരാണ്. ഞാൻ ചോദിച്ചു, ഇതിനാണോ ഞാൻ വിചാരിക്കുന്നത്? സാർ എല്ലാം ശരിയാവും. ഒരച്ഛൻ പറഞ്ഞ് ഞാൻ സാർ ഇതൊക്കെ ശരിയാവും. 2ാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ കൂട്ടായ്മയിൽ ചെന്നപ്പോ 60ഓളം ആളുകളുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ആ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും ബന്ധിച്ചുകൊണ്ട് അവർ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു. കൊച്ചു പിച്ചടക്കം എല്ലാവരും ആ ചർച്ചയിൽ പങ്കെടുത്തു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആദരണീയനായ ഋഷിരാജ് സിംഗ് സാറായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ആ ഗ്രാമത്തിന്റെ മുക്കിൽ മൂലയിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ഈ ഗ്രാമം പുകയില വിമുക്തമാണ്. അത് കവലയിലല്ല എഴുതി വെച്ചിരിക്കുന്നത്, അങ്ങാടിയിലെ പ്രധാനപ്പെട്ട ഷോപ്പുകളിൽ ഷോപ്പ് ഉടമകൾ എഴുതി വെക്കുകയാണ്, ഇവിടെ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ ചോദിക്കാൻ പാടില്ല. നോക്കൂ, ഒരു ഗ്രാമം വളർച്ച പ്രാപിച്ചപ്പോഴുണ്ടായ മാറ്റം.
എത്രയോ അമ്മമാർ, എത്രയോ അച്ഛന്മാർ അതിന് ശേഷം വിളിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ആ കൂട്ടായ്മ നമ്മൾ സംരക്ഷിക്കുക. ഒരു 5 മിനിറ്റ് നമ്മുടെ ലഹരിയെ കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അവിടെ പ്രശ്നം